സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക തലത്തിൽ വ്യത്യാസമുള്ളതുപോലെ മാനസിക തലത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മൾ സ്നേഹിക്കുന്നതിലും സ്നേഹിക്കപ്പെടുന്നതിലും എല്ലാം ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്തിടെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ജോലി കഴിഞ്ഞ് കയറി വന്ന ഹസ്ബൻഡിനോട് തലവേദനയാണെന്ന് പറയേണ്ട താമസം ഓടി മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് തരാനാണ് ആൾ ഒരുങ്ങിയത്. ഞാൻ പെട്ടെന്ന് ആളോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ മെഡിസിൻ ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരണ്ട, ഒന്നെൻ്റെ അടുത്തിരിക്കുമെന്ന്. എടുത്ത വായിൽ ആൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ അടുത്തിരുന്നാൽ മാറുന്നതാണോ നിൻ്റെ തലവേദന എന്ന്. ഇത്തരത്തിലുള്ള പല സിറ്റുവേഷൻസിലും നമ്മുടെ ലോജിക്കലും റാഷണലുമായിട്ടുള്ള പുരുഷന്മാർ ഭാര്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുത്ത് നടന്നു പോകും. എന്നാൽ നിങ്ങൾ എന്നെ കെയർ ചെയ്യുന്നില്ല എന്ന പരാതിയായിരിക്കും പലപ്പോഴും നിങ്ങൾ കേൾക്കേണ്ടി വരിക. ഇവിടെ നിങ്ങൾക്ക് ഭാര്യയ്ക്ക് വേണ്ടത് ഒരു സഹാനുഭൂതിയും അനുകമ്പയും ഒക്കെ ആയിരിക്കും. ഇനി പുരുഷന്മാരുടെ കാര്യം എടുക്കാം. നിങ്ങൾ എന്തെങ്കിലും സ്ട്രെസ്സോ ബുദ്ധിമുട്ടോ ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യമാർ പലപ്പോഴും നിങ്ങളെ ഇമോഷണലി കെയർ ചെയ്യാനായിരിക്കും കടന്നു വരിക. എന്താ പറ്റിയത്, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാലല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പലപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുക, തലയ്ക്ക് സൗകര്യം താ എന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ഇതിലൊക്കെ എക്സെപ്ഷണൽ കേസസും ഉണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ശരി ആരുടെ ഭാഗത്താണ്, ആരാ തെറ്റ് ചെയ്തത് എന്ന് പരസ്പരം അനലൈസ് ചെയ്യാനും സ്വന്തം ഭാഗം ന്യായീകരിക്കാനും പാർട്ട്നേഴ്സ് ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഇത് കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ശരിയുടെയോ തെറ്റിൻ്റെയോ കാര്യമല്ല. സ്ത്രീയും പുരുഷനും വൈകാരിക തലത്തിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ട സപ്പോർട്ട് നൽകാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്താൽ നിങ്ങളുടെയൊക്കെ ഫാമിലി ലൈഫ് എത്ര മനോഹരമാകും.